തിരുപ്പട്ടത്തിനൊരുങ്ങുന്ന ഡീക്കന്മാർക്കും വൈദിക പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പ്രചോദനവും ഉൾക്കാഴ്ചയും നൽകുന്ന വീഡിയോ പുറത്തിറക്കി MSMI സന്യാസിനി സമൂഹം. കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് വിശുദ്ധമായ ജീവിതം എങ്ങനെ നയിക്കാമെന്ന് MSMI സന്യാസിനിമാർ ഈ ഷോർട്ട് ഫിലിമിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. എന്താ മോനെ, പട്ടൊക്കെ ആയപ്പോഴേക്കും ടെൻഷനുണ്ടോ? നിനക്കെന്തോ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടെന്ന് കേട്ടു. പട്ടത്തിന് ദിവസങ്ങൾ അടുക്കുതോറും വല്ലാത്തൊരു ആശങ്ക പോലെ. പൗരോഹിത്യം ഇത്രയും ഭാരമുള്ള തീരുമാനമാണെന്ന് ഇപ്പൊ തോന്നുക. എനിക്കിന്നും ഉണ്ടായിരുന്ന ടെൻഷൻ. എല്ലാ ദിവസവും രാവിലെ കുർബാന കയറുമ്പോണ്ടല്ലോ, കർത്താവേ ഈ കുർബാന തെറ്റുകൂടാതെ പൂർത്തിയാക്കണേ എന്നുള്ള ടെൻഷനാണ്. നിനക്ക് ഈ ജീവിതം കുർബാനയായി കൊടുക്കുന്നതിനുള്ള ടെൻഷനാണ് മോനെ. ഈ ഒരു ടെൻഷനാടാ നമ്മുടെ ബലി എന്ന് പറയുന്നത്. ഇതാണ് ഈ പുരോഹിതന്റെ ബലി. ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടച്ചാ. പക്ഷെ ഒരു ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കേണ്ട തീരുമാനം. ഇന്നത്തെ വെല്ലുവിളി വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരുക്കങ്ങളൊക്കെ അതിന് പര്യാപ്തമാണോ എന്ന് ഞാൻ ഭയപ്പെടുക. എടാ, സത്യത്തിൽ ഇത് ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു വിളിയാണ്. കാരണം പൗരോഹിത്യമാണ് മനുഷ്യ ജീവിതത്തിലെ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു വിളി. അതിൽ ഒരാശങ്കയും വേണ്ട. നിന്റെ മനസ്സിൽ പൗരോഹിത്യത്തിലേക്കുള്ള ഒരു ക്ഷണമുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലും പൗരോഹിത്യം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് പരമമായ സത്യമാണ്. ആ സത്യത്തെ മനസ്സിലാക്കുകയും അതിനോട് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പുരോഹിതന്റെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം. കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണം. വിദ്യാഭ്യാസ മേഖലയാകട്ടെ, ആതുര ശുശ്രൂഷ മേഖലയാകട്ടെ, സാമൂഹ്യ പ്രവർത്തനങ്ങളാകട്ടെ, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം എന്നുള്ളൊരു പരിശീലനമാണ് അച്ഛൻ തന്നിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഈ 60ാമത്തെ വർഷത്തിലായിരിക്കുമ്പോൾ സഭയുടെ പ്രവർത്തനങ്ങളെ ആകപ്പാടെ നോക്കുകയാണെങ്കിൽ അഭിമാനമാണ്. സഭയ്ക്ക് എന്നും സന്തോഷമാണ്. കാരണം വർഗീയച്ചൻ സ്ഥാപക പിതാവ് നയിക്കാനില്ലാത്തപ്പോൾ ഈ സഭയെക്കുറിച്ച് പലരും ചിന്തിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു, എപ്രകാരം ഇത് മുന്നോട്ട് പോകും എന്ന്. പക്ഷെ അതിനൊരു ഭംഗം വരാതെ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നിരന്തരം ശ്രദ്ധയുണ്ട്, ജാഗ്രതയോടെ പോകുന്നു. ഇതാണ് ഞങ്ങളുടെ സന്തോഷം. പ്രവർത്തിക്കാനുള്ള ഊർജവും ഇത് തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിനെ തിരിച്ചറിയാൻ സഹോദരിമാർക്ക് സാധിക്കുന്നുണ്ട്. അതിനെ 100% വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കാനും പരിശ്രമിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. ധന്യമായൊരു ജീവിതത്തിൻ്റെ നിഴലിൽ സഞ്ചരിക്കാൻ സാധിച്ചല്ലോ എന്ന്. അച്ഛൻ്റെ ആത്മീയ ജീവിതം എന്നും എനിക്ക് ഒരു അത്ഭുതവും എനിക്ക് ഒരു ആദരവോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അച്ഛൻ പൗരോഹിത്യത്തെ ആഴത്തിൽ സ്നേഹിച്ചു. എനിക്ക് നൽകിയ ഈ പൗരോഹിത്യം ദൈവത്തിൻ്റെതാണ്. ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇസ്രേലിൻ രാജാവേ നസ്രായനീശോ, ഇതാ ഞാൻ ഒരുങ്ങി നിൽപ്പൂ. അഭിഷേക നിറവിൽ തിരുവൾത്താരയിൽ നിന്റെ പെസഹായിൽ അലിയുവാൻ കൊതിച്ചു നിൽപ്പൂ. ഇസ്രേലിൻ രാജാവേ നസ്രായനീശോ, ഇതാ ഞാൻ ഒരുങ്ങി നിൽപ്പൂ. ബലിയായിടം നാഥാ ബലമാകുക, എന്റെ ബലിവേദി എന്നും ബലമേകുക. ബലിയായിടം നാഥാ ബലമാകുക, എന്റെ ബലിവേദി എന്നും ബലമേകുക. പ്രായത്തിൻ കൗശലവും പ്രിയത്തിൻ കൗതുകവും പിൻവിളിയായെന്നുള്ളിൽ പിടഞ്ഞ നേരം, സഹയാത്രികരേറെ ഈ മരുഭൂമി യാത്ര തൻ സഹനത്തീയിൽ വീണെരിഞ്ഞ നേരം, വെയിലിൽ മഴമേഘത്തൂൺ നിഴലായി നീ എൻ്റെ വഴിയിൽ ചെങ്കടലലയുടെ ഗതി മാറ്റി നീ. വാഗ്ദത്ത ഭൂമിയാമൾത്താരയിൽ നിന്റെ ബലിവസ്തുവായെന്നെ നീ ഒരുക്കി. നിത്യബലിയർപ്പകനായെന്നെ നീ ഉയർത്തി.